SDPIയുമായുള്ള CPIMന്റെ ഡീൽ സംസ്ഥാന വ്യാപകമായി ഉള്ളതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഏത് വർഗീയ ശക്തിയെയും കൂട്ടുപിടിച്ച് അധികാരത്തിലെത്താനാണ് CPIM തന്ത്രമെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും രമേശ് ചെന്നിത്തല വിശദീകരിച്ചു. 24ന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയായ മിസിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയിലാണ് രമേശ് ചെന്നിത്തലയുടെ ഈ പ്രതികരണം. ചേട്ടാ എങ്ങോട്ടാ? ജോലിക്ക് പോവാണോ? ജോലിക്ക് പോവാം. ഇവിടെ എങ്ങനെയാ തെരഞ്ഞെടുപ്പ്? നല്ല ഇതാണ്. ഞങ്ങളുടെ അവിടെ 1,36,000 ഒരു ഫണ്ട് പാലം തീയുടെ കല്ലിട്ട്. ആരാ ഇവിടെ? ആർക്കാ സാധ്യത? രമേശ് ചെന്നിത്തല ഉറപ്പിച്ചു. രമേശ് മുഖ്യമന്ത്രിയാവോ? അതാണ് പറയത്തില്ല. അപ്പൊ മിസസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. ഹരിപ്പാട്. അതെ, ഹരിപ്പാട് മണ്ഡലത്തിലൂടെ നമ്മൾ ഇങ്ങനെ നാട്ടുകാരെ കണ്ട് നാടറിഞ്ഞ് യാത്ര തുടരുകയാണ് അല്ലേ? അതെ, ഇവിടുത്തെ കൂടി ഒന്ന് കാണണ്ടേ? ഉറപ്പായും കാണണം. ഹരിപ്പാട് എത്തിക്കഴിഞ്ഞാൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹമാണ് ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് രമേശ് ഈ പ്രചരണത്തിന് ഇറങ്ങും മുമ്പ് തന്നെ അദ്ദേഹത്തെ ഒന്ന് കാണാൻ നോക്കാം. ഓക്കെ. നമ്മുടെ യാത്ര ഹരിപ്പാട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഹരിപ്പാട് വരുമ്പോ നമ്മുടെ രമേശ് ജി ഉണ്ട്. നമ്മൾ പൊതുവെ അദ്ദേഹത്തെ കാണുന്നത് ഡൽഹിയിലും ഗുജറാത്തിലും ഒക്കെ വെച്ചാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പൊ ആദ്യമായി അങ്ങയുടെ നാട്ടിൽ, അങ്ങയുടെ മണ്ഡലത്തിലാണ്. അതെ അതെ, എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? നല്ല പ്രചരണമാണ്. ജനങ്ങൾക്ക് എല്ലാ അവസ്ഥയും അറിയാം. ഞാൻ ഇവിടെ ജനങ്ങളുമായി എത്രമാത്രം ഇടിച്ചേർന്നിട്ടുള്ള വ്യക്തിയാണ്. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ കിട്ടുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഇതിൽ ഒരുപാട് വൈകി ഇന്നിതാ രാവിലെ പുലരുമ്പോൾ തന്നെ ഇറങ്ങുകയാണെങ്കിൽ പ്രചരണത്തിലേക്ക്. രാവിലെ എല്ലാ തവണയും അങ്ങനെയാണ്. 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. എന്നാലേ നമുക്ക് എല്ലായിടത്തും എത്തിച്ചേരാണല്ലോ. അപ്പം ജനങ്ങൾ പൂർണ്ണമായും വിശ്വാസം എന്നിൽ അർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി ഒരു സംവാദത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി എന്നിട്ട് പൊഴിഞ്ഞു മാറുകയാണല്ലോ. സംവാദത്തിന് തയ്യാറാവുന്നില്ലല്ലോ അദ്ദേഹം. മുഖ്യമന്ത്രിക്ക് സ്ഥലകാല വിഭ്രാന്തി ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹം പരാജയം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ പത്രപ്രവർത്തകരോട് അദ്ദേഹം കയർക്കുകയും അവരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തത്. അത് ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. രമേശ്, ഇത്തവണ വളരെ ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ് ഡീൽ എന്നുള്ളത്. എങ്ങനെയാണ് ഇതൊരു സംസ്ഥാന വ്യാപകമായി ഉണ്ട് എന്നാണോ സംശയിക്കുന്നത്? തീർച്ചയായിട്ടും സംസ്ഥാന വ്യാപകമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഡീല് SDPI ആയിട്ടാണ്. BJPയോടൊപ്പം തന്നെ SDPI ആയിട്ടും ഡീലുണ്ട്. SDPI പരസ്യമായി CPIMന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു കാലത്തും ഉണ്ടാകും പരസ്യമായി ഏത് വർഗീയ തീവ്രവാദികളെയും കൂട്ടുപിടിച്ച് അധികാരത്തിൽ വരിക. BJP ആയിട്ട് കൂട്ടുകൂടാം, SDPI ആയിട്ട് കൂട്ടുകൂടാം. ഇതാണ് CPIMന്റെ തന്ത്രം. ഇത് മുഴുവൻ മണ്ഡലങ്ങളിലും ഉണ്ട് എന്നാണ്. ഇതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇവിടെ തന്നെ SDPI സ്ഥാനാർത്ഥി മത്സരിച്ചു, നോമിനേഷൻ കൊടുത്തു, തള്ളി നോമിനേഷൻ. അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് CPM ആണ്, BJP ആണ്. രണ്ടുപേരും കൂടെ ചെന്ന് ഡിഫെൻഡ് ചെയ്യുക. അപ്പോൾ എല്ലായിടത്തും ഇത് വളരെ വ്യക്തമാണ്. SDPI കൂട്ടുകെട്ട് വളരെ വ്യക്തമാണ്. അതിന് തള്ളി പറയാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? കൂട്ടുകെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ തള്ളി പറയുന്നില്ല? അപ്പോൾ അതിൽ നിന്ന് വ്യക്തം ഈ ഡീല് എല്ലായിടത്തും ഉണ്ടെന്ന്. ഇടതുമുന്നണിയുടെ ഒരു ഇത് മാറുകയാണോ? ഇതുവരെ കൊണ്ടുവന്ന നിലപാട് മാറുകയാണോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ? അതെ, 2 വോട്ടിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള നിലയിലേക്ക് ഇടതുമുന്നണി മാറുകയാണ്. ജനം മാറി ചിന്തിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. ഉറപ്പായിട്ടും. രമേശ്, ഇത്തവണ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ചർച്ചയിൽ മൂത്ത് വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചർച്ചകൾ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഹൈക്കമാൻഡ് പിന്നീട് തീരുമാനിക്കും, ഇലക്ഷന് ശേഷം മാത്രം. ഓക്കെ, എന്തായാലും രമേശ് ഈ പ്രചരണ ചൂടിലേക്ക് കടക്കുകയാണ്. ഹരിപ്പാട് അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. കടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും പ്രചരണ ചൂടും അതോടൊപ്പം തന്നെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സവാരി ഗിരിഗിരിയുടെ യാത്ര മുന്നോട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.